ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് സംഭവിച്ചത്, നമുക്ക് എന്ത് ട്രേഡിംഗ് ചാൻസുകളാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി 147 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഓപ്പൺ ആയത് ഈ ലെവലിലായിരുന്നു, അതിനുശേഷം ഒറ്റയടിക്ക് താഴെ പോന്നു. നമ്മൾ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് സഞ്ചരിച്ചിരുന്നു. എന്നാൽ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോൾ ഇതേപോലെ ഒരു ഡോജി ക്യാൻഡിലാണ് നമുക്ക് തന്നത്. കൺഫ്യൂഷൻ. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ 1 മിനിറ്റ് തന്നെ ഇതിന് താഴെ ഈ ലെവലിൽ ഒരു ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്. പിന്നീട് ഉയർന്നു വന്നതിന് ശേഷം 1 മിനിറ്റുകൾ ഉയർന്നു വന്നതിന് ശേഷം ഇവിടുന്ന് ഡൗൺവേർഡ് സഞ്ചരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലിൽ വരെ പ്രൈസ് എത്തിയെങ്കിലും ഒറ്റയടിക്ക് സെല്ലിയേഴ്സ് കയറി ഈ ലെവലിലോട്ട് താഴ്ത്തി കൊണ്ടുവന്നുകൊണ്ട് വീണ്ടും കയറി വരാവുന്ന പ്രൈസിന്റെ ലെവൽ നമ്മൾ പരിശോധിച്ച് ഇതിന് മുകളിൽ വന്നതിന് ശേഷം വീണ്ടും ചെറിയ ടൈം 1 മിനിറ്റ് 3 മിനിറ്റ് ഡൗൺവേർഡ് സഞ്ചരിക്കുമ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ആൾക്കാർക്ക് വളരെ ക്ലീൻ ആയ ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് സോൺ, കൃത്യമായും നമ്മൾ സപ്പോർട്ട് സോണുകളിൽ സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ മൈൻഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത്. ഈ സപ്പോർട്ട് സോണിൽ വന്ന് ഇവിടെ നിന്നും കൃത്യമായ സപ്പോർട്ട് എടുത്ത് ഈ ലെവലിൽ എൻ്ററായി പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഈ ലെവലിൽ നിന്ന് തന്നെ എൻട്രി ചെറിയ ടൈമിൽ പരിശോധിക്കുമ്പോൾ ഈ ലൈനിൽ നിന്ന് തന്നെ എൻട്രി ഇന്ന് നമ്മുടെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ട്രേഡും കൃത്യമായ ഡയറക്ഷനോടുകൂടി മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ വ്യൂ എന്തായിരിക്കാം എന്നുള്ള ഒരു സജഷൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നോക്കി വ്യക്തമായ ട്രേഡ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പലർക്കും പ്രോഫിറ്റ് ഉണ്ട് എന്നാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഒരു റെസ്പോൺസ് ഗ്രൂപ്പിൽ കണ്ടതും. എന്തായിരുന്നാലും ഇവിടെയും കൃത്യമായി മൂവ് ചെയ്ത് ഇവിടെ റെസ്പെക്ട് ചെയ്ത് വീണ്ടും വന്ന് ഡൗൺവേർഡ് വന്ന് ഇതേ ലൈനിൽ സപ്പോർട്ട് എടുത്ത് അപ്വേർഡ് മൂവ് ചെയ്ത് ഈ റെസിസ്റ്റൻസ് സോണിനെ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ നിന്നും സെല്ലേഴ്സ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇന്ന് രാവിലെ തന്നെ ഇവിടെ സെല്ല് ചെയ്ത് ഇത്രയും ഡിക്ലൈൻ നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുമ്പോൾ വീണ്ടും സെല്ലേഴ്സ് വരാമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തു. ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്ന കാണുമ്പോൾ ഈ ലൈനിൽ നിന്നും എൻ്റർ ആവാം, ഇവിടെ നിന്ന് എൻ്റർ ആവാം, അഥവാ ഇവിടെ വരെ പോയതിനു ശേഷം ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുമ്പോൾ ഈ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ടും അപ്പോൾ ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഏരിയ ഇവിടെ തന്നെ കണക്കാക്കാവുന്നതാണ്. കാരണം ഇതിന് മുകളിലോട്ട് ടെസ്റ്റ് ചെയ്തിരുന്നില്ല, ഈ ലെവലിലോട്ട് പോകുന്നുമില്ല. അപ്പോൾ ഇവിടെയും നോക്കൂ, കൃത്യമായും ഒരു ഡിക്ലൈൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ ആദ്യമേ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഞാൻ ഇങ്ങനെ ഈ തിക്ക് ബ്ലൂ ലൈനുകൾ രേഖപ്പെടുത്തുന്നത് പ്രധാന സപ്പോർട്ട് സോണുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണുകൾ ആയിരിക്കും എന്ന് നിങ്ങൾ കരുതി കഴിഞ്ഞാൽ റെഡ് ലൈൻ ഗ്രീൻ ലൈൻ എന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. തന്നെയുമല്ല, കൂടുതൽ ഇൻഡെക്സുകളുടെ ഒരു ലെവലുകൾ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കാം. അതല്ലാതെ എല്ലാത്തിനും ഞാൻ സാധാരണ പോലെ റെഡ് ലൈൻ, ബ്ലൂ ലൈൻ, ഗ്രീൻ ലൈൻ എന്നിവ രേഖപ്പെടുത്തി ചെയ്യുമ്പോൾ വീഡിയോ കണ്ടമാൻ ലെങ്ത് ആവുന്നുണ്ട്. പലർക്കും അത് ഒരു അസൗകര്യമാകുന്നു എന്ന് മെസ്സേജ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ നാളത്തേക്കുള്ള പ്രധാന റെസിസ്റ്റന്റ് സപ്പോർട്ട് ഏതാണെന്ന് ഒന്ന് മാറ്റി വരയ്ക്കാം. ഇന്നത്തെ ക്ലോസിംഗിനനുസരിച്ച് ഞാൻ പ്രധാന റെസിസ്റ്റന്റ് ആൻഡ് സപ്പോർട്ട് സോണുകളായി കാണുന്ന ലെവലുകൾ ഇതാണ്. 22,310 ഒരു നല്ല സപ്പോർട്ട് സോണായി വർക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ 22,388 എന്ന ലെവലും ഒരു റെസിസ്റ്റൻസ് സോണുമായി വർക്ക് ചെയ്തേക്കാം. ഈ ഏരിയയിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോഴും മൂവ് ചെയ്ത് ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്പോഴും ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അഥവാ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ലെവലിന് താഴെ ക്ലോസ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും ഡൗൺവേർഡ് ഡയറക്ഷൻ നൽകുമെന്ന് ഫീൽ ചെയ്താൽ അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ വീണ്ടും അതുവരെ നൽകിയ ലോയ്ക്ക് താഴെ വരികയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തേക്കാം എന്നാണ്. ഇത് ടാർഗറ്റ് സോണായി വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഏരിയയാണ് തുടർന്ന് കിട്ടിയേക്കാവുന്ന സ്ട്രോങ് സപ്പോർട്ട് സോണായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഇത് ബ്രേക്ക് ചെയ്ത് അപ്പോഴ് പോവുകയാണെങ്കിൽ അതുവരെ നൽകിയ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എവർ ടൈം ഹൈ തന്നെയാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി മാറുക. അതിന് മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് വീണ്ടും അപ്പോഴ് ലഭിക്കുക. അങ്ങനെയെങ്കിൽ 22,480, 470, 500 ലെവലുകളാണ് അടുത്ത ടാർഗറ്റുകളെ പ്രതീക്ഷിക്കാവുന്നത്. എന്നാൽ ഇതിന് താഴെ വീണ്ടും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം. 22,172,
22,055 എന്ന ലെവലുകളിലോട്ടും പ്രൈസ് താഴ്ന്നു വരാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തായി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. 541 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുള്ളത്. നിഫ്റ്റി പോലെ തന്നെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ലെവലിന് താഴെ, നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ലെവലിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ അതും ഒരു ഡോജി ക്യാൻഡിൽ തന്നുവെങ്കിലും തുടർന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് മൂവ് ചെയ്യുകയും ഡേയ്സ് ഓപ്പണിംഗ് ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുമ്പോൾ, അല്ലെങ്കിൽ ഈ ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇതിന് മുകളിൽ ഒരു നല്ല ക്ലോസിംഗ് നടന്നിട്ടുണ്ട്, റിജക്ഷൻ വരുന്നുണ്ടായിരുന്നെങ്കിലും ഇവിടുന്ന് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ആൾക്ക് ഡേയ്സ് ഹൈ അതുവരെ തന്ന ഉയരം ടാർഗറ്റായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഡൗൺവേർഡ് വന്നെങ്കിലും അവിടെ നിന്ന് വീണ്ടും ബൈങ് മോഡിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ നൽകിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നത് കൃത്യമായും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വർക്കായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി അപ്വേർഡ് ഡയറക്ഷനാണ് ഉള്ളത്. നിഫ്റ്റി ജസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിൽ നിന്നുകൊണ്ട് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം വീണ്ടും വാർത്തകൾക്കനുസരിച്ച്. അങ്ങനെ ബാങ്ക് നിഫ്റ്റി അപ്വേർഡ് സഞ്ചരിച്ച് നമ്മൾ പ്രധാന റെസിസ്റ്റൻസ് സോണായി ഇന്നലെ രേഖപ്പെടുത്തിയ അതുവരെയുള്ള ഹൈ, അഥവാ അടുത്ത ഇന്നലത്തെ ദിവസം രേഖപ്പെടുത്തിയിരുന്ന ഹൈ ഭേദിച്ച് തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റ് വരെ ലഭിച്ചതിന് ശേഷം ഈ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയിലായിരുന്നു ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. വാട്സപ്പ് ചാനലിൽ കോൾസ് കൊടുത്തിരുന്നതും നിഫ്റ്റിയിൽ തന്നെയായിരുന്നു. അത് രണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്ന് അത്ര കണ്ട് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ ചോദിച്ചിരുന്നതുമില്ല. എന്തായിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നല്ല ട്രേഡിംഗ് ചാൻസ് ആയിരുന്നു. അപ്പോൾ നാളത്തേന് നമ്മളുടെ ലെവലുകൾ ഏതൊക്കെയായിരിക്കാം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് മാറ്റി ലെവലുകൾ വരയ്ക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ക്ലോസിങ്ങിനെ കണക്കാക്കിക്കൊണ്ട് ഞാൻ ആദ്യമായി ബാങ്ക് നിഫ്റ്റിക്ക് നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി മൂവ് ചെയ്യുമ്പോൾ ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റൻസ് സോണും സപ്പോർട്ട് സോണുമായി കണക്കാക്കുന്നത്. സപ്പോർട്ട് സോൺ 47,507 ലെവലിലും അതുപോലെ തന്നെ 47,712 ലെവലിൽ പ്രധാന ആദ്യത്തെ റെസിസ്റ്റൻസ് സോണുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി അപ്വേർഡ് സഞ്ചരിക്കുകയാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ എങ്കിൽ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിംഗ് നമുക്ക് നൽകേണ്ടത് ഈ ലെവൽ ഇതാണ്, 47,712. അങ്ങനെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റിന്റെ ക്ലോസിംഗ് അതിന് മുകളിൽ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുന്നു എന്ന ഇൻഡിക്കേഷൻ നൽകുകയാണെങ്കിൽ ഒരു എൻട്രി, ഒരു കോൾ ഓപ്ഷൻ എടുത്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. എന്നാൽ ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം ഓർ പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഈ ലൈനിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആദ്യത്തെ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ്. വീണ്ടും തുടർന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടിയാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയാണ് എങ്കിൽ വീണ്ടും PE ഓപ്ഷൻ തന്നെ വാങ്ങി ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 47,376, 47,250, 47,080 എന്നീ ലെവലുകൾ. എന്നാൽ അപ്വേർഡ് സഞ്ചരിക്കുകയാണെങ്കിൽ ലഭിക്കും എന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്ന 47,723, 47,948, 48,112 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാം. 503 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് സെൻസെക്സ് എന്ന് നൽകിയിരിക്കുന്നത്. ഇന്ന് എല്ലാ ഇൻഡെക്സുകളും മിക്കവാറും ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാ ഇൻഡെക്സുകളും ഒരേ ഒരു ട്രേഡിംഗ് പാറ്റേൺ, മൂവിംഗ് പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് സോണിൽ ആദ്യത്തെ സപ്പോർട്ട് സോണിനും ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ വീണ്ടും കയറാൻ കഴിയാതെ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ ജോയിൻ ചെയ്ത് ഒരു PE വാങ്ങി ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ആൾക്ക് നല്ല കൃത്യമായ ടാർഗറ്റ് രേഖപ്പെടുത്തിയിരുന്ന കൃത്യം ടാർഗറ്റ് ലെവലിലോട്ട് സപ്പോർട്ട് സോണിലോട്ട് ലഭിച്ചു. അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്തു. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയിലെ പോലെ തന്നെ കൃത്യമായ ലെവലുകളിലോട്ട് ടാർഗറ്റ് നൽകി ഇവിടെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ കണക്കാക്കിക്കൊണ്ട്, പ്രൈസ് നൽകിയ മൂവ്മെന്റിനെ കണക്കാക്കിക്കൊണ്ട് നാളെ ഏതായിരിക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ആദ്യത്തെ സപ്പോർട്ട്, സെൻസെക്സിന്റെ ആദ്യത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പരിശോധിച്ച് നോക്കാം. 73,799 എന്ന ലെവലാണ് നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ സെൻസെക്സിനെ ആദ്യമേ കവർ ചെയ്യേണ്ടി വരുന്ന റെസിസ്റ്റൻസ് ഏരിയ. ഇതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ
ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ് ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തുടർന്ന് ലഭിക്കേണ്ടുന്ന ടാർഗറ്റുകൾ 73,916, 73,997 എന്ന് പറഞ്ഞാൽ 74,000 തന്നെ. തുടർന്ന് അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് മൂവ് ചെയ്യുന്ന പക്ഷം നമുക്ക് ലഭിക്കാമെന്ന് പ്രതീക്ഷിച്ച് ചേർത്തിട്ടുള്ള ടാർഗറ്റുകളാണ് 74,086, 74,138, 74,192 എന്നീ ലെവലുകൾ. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യേണ്ട ആദ്യത്തെ സപ്പോർട്ട് അതായത് ടാർഗറ്റ് എന്ന് പറയുന്നത് 73,564 എന്ന ലെവലാണ്. അതിനടിയിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ വീണ്ടും ഈ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ആയി സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ലോ തന്നെയാണ്. എന്നാൽ തൊട്ട് താഴെ അതിന് താഴോട്ട് ഒരു 15 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ആയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബ്രേക്ക് ആയാൽ വീണ്ടും ലഭിക്കാവുന്ന പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 73,261, 73,100, 72,671 എന്നിവ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മളുടെ പുതിയ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും നമ്മൾ സംസാരിക്കുന്ന വിഷയം കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ കാരണമാകും. സാധാരണക്കാരിലോട്ട് വളരെ സാധാരണക്കാരിലോട്ട് പോലും ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന സാധ്യതയുടെ വിവരങ്ങൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം തീർച്ചയായും ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സഹകരിക്കും എല്ലാവരും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.